നമ്മളെ വായക്കാട് സ്കൂളിൽ വെച്ച് നടന്ന കൊണ്ടോട്ടി ഉപജില്ല കലോത്സവത്തിന് 100-ഓളം സ്കൂളുകളാണ് കേട്ടോ പങ്കെടുത്തിരുന്നത്. അപ്പോൾ ഇത്രയും സ്കൂളത്തെ വിദ്യാർത്ഥികളൊക്കെ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ സുരക്ഷയും ഇവിടുത്തെ ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉത്തരവാദിത്തമൊക്കെ നമ്മളെ സ്കൂളിലാണ്. അതിന്റെ ചുമതല നമ്മളെ DDRF-നാണ് കേട്ടോ നൽകിയത്. 6 ദിവസത്തോളമായിട്ട് രാവും പകലൊന്നും നോക്കാതെ റോഡിലും ഗ്രൗണ്ടിലൊക്കെ ആയിട്ട് നമ്മളെ 30-ഓളം വളണ്ടിയർമാരാണ് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മളെ വളണ്ടിയർമാരെ ഡ്യൂട്ടിയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇവർക്ക് ഒരു ആദരവ് ചടങ്ങ് വെക്കണം എന്ന് തോന്നി. അങ്ങനെ നമ്മൾ വീണ്ടും വായക്കാട് സ്കൂളിലേക്ക് വന്നതാണ് കേട്ടോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കലോത്സവം ഏറ്റെടുക്കുമ്പോണ്ടായിരുന്ന വേവലാതി വല്ലാത്തതാണ്. കാരണം 130ഓളം സ്കൂളുകളിൽ നിന്ന് 7000-ത്തിലധികം പാർട്ടിസിപ്പൻസ് ഇവിടെ എത്തുക, നാട്ടുകാർ മൊത്തം ഉണ്ടായിരിക്കും. അതിൻ്റെ ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാവും എന്നുള്ള ഒത്തിരി വേവലാതികളോടെയാണ് ആ ഒരു കാര്യം ഏറ്റെടുത്തത്. പക്ഷെ കൂടെയുണ്ട് ഞങ്ങൾ എന്നുള്ള ഓരോരുത്തരുടെയും ആ പ്രോമിസ് അത് അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്നതിന്റെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ആ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. നമ്മുടെ ഞങ്ങൾ ഈ 14-18 പേരെ വെച്ച് ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചത് DDRF-ന്റെ പ്രവർത്തകർ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് മാത്രമാണ്. അച്ചടക്കം പാലിക്കാവുന്നതാണ്. അത് നിങ്ങൾ വന്നതിന്റെ ഫലമായിട്ട് നിങ്ങളുടെ സേവനത്തിന്റെ ഫലമായിട്ട് അത് ഭംഗിയായിട്ട് സ്കൂൾ നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. നന്ദി എന്ന വാക്കിൽ ഒതുക്കുന്നില്ല, അത്രമാത്രം നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഏതിനും നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു DDRF-ന്റെ ഈ ഒരു സേന എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ആത്മധൈര്യം തരികയാണ്. അടുത്ത ഒരു കലോത്സവം വരികയാണെങ്കിൽ ആ കലോത്സവത്തിന് ഇങ്ങനെ ഡിസിപ്ലിൻ ഏറ്റെടുക്കാൻ ഷിയാബിന്റെ നേതൃത്വത്തിലുള്ള ഒരു DDRF നമ്മുടെ കയ്യിലുണ്ടായാൽ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ നേരത്തെ പ്രസിഡന്റായിട്ട് സംസാരിച്ചു.